ബി.ജെ.പി ചതച്ച് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് വീണ്ടും ഒരു പൂതി. ബി.ജെ.പിയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന്. കാരണം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നത് മുതൽ സന്ദീപ് വാര്യർക്ക് ഇരിക്കപ്പൊറുതിയില്ല. സന്ദീപ് വാര്യർ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ്. കാരണം ബി.ജെ.പിയിൽ കഴിവുള്ളവർക്ക് ബി.ജെ.പി സ്ഥാനമാനങ്ങൾ നൽകുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അടക്കമുള്ള യുവതലമുറകളെ കൂടെ ചേർത്തുകൊണ്ട് ബി.ജെ.പി അണിനിരക്കുന്നത് കേരളം കയ്യിൽ പിടിക്കുക എന്നത് തന്നെയാണ്. 2026 30-ലധികം സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദി എന്ന തന്ത്രജ്ഞൻ രാജീവ് ചന്ദ്രശേഖറെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത്. ഗ്രൂപ്പിസങ്ങളില്ലാത്ത, ഗ്രൂപ്പ് കളികളിൽ പെടാത്ത രാജീവ് ചന്ദ്രശേഖർ എല്ലാവരെയും ഒന്നിച്ച് അണിചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. എന്തായാലും കുത്തിത്തിരിപ്പുകൾക്കൊന്നും തലവച്ചു കൊടുക്കാതെ വാക്കുകൾ വളച്ചൊടിക്കുന്നവർക്ക് മുന്നിൽ സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങൾ സംസാരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെ പല മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഭയമാണ്. ഏഷ്യനെറ്റ് ഏത് നിലപാട് സ്വീകരിക്കും? ബി.ജെ.പി വിരുദ്ധത തന്നെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സിന്ധു സൂര്യകുമാർ അടക്കമുള്ളവർ ഏത് നിലപാട് സ്വീകരിക്കുമെന്നറിയാതെ ആശങ്കയിൽ ഉഴലുകയാണ്. ആ സമയത്താണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ വക്താവായി പോയിട്ടും അവിടെയും വലിയ രീതിയിലുള്ള മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് ബി.ജെ.പി കസേര നൽകാത്തത് കൊണ്ട് മാത്രമല്ല, സന്ദീപ് വാര്യർക്ക് സാമ്പത്തികമായി കുറേ ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ബാധ്യതകൾ ഏറ്റെടുക്കാൻ, അതായത് വ്യക്തിപരമായി വരുത്തിവെച്ച ബാധ്യതകൾ തൽക്കാലം പാർട്ടി ഏറ്റെടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടുകൂടിയും പിന്നെ സന്ദീപ് വാര്യർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങൾ ബി.ജെ.പിയിൽ നിന്ന് നടക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടുമാണ് സന്ദീപ് വാര്യർ നിന്ന നിൽപ്പിൽ കാലുവാരിയത്. ഒരുപക്ഷെ ബി.ജെ.പിയുടെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ നിന്ന നിൽപ്പിൽ കാലുവാരിയ ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും. അത്രമാത്രമാണ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കയറിയത്. അതായത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ബി.ജെ.പി എന്നും വെറുപ്പിൻ്റെ നായകനാണ് മോദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് ചെന്ന് കയറിയപ്പോൾ സന്ദീപ് വാര്യർ കരുതി ഇനി തനിക്ക് എല്ലാം കോൺഗ്രസ് ഇപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തലയിൽ കയറ്റി നടക്കുമെന്ന്. പോയ ഉടനെ കാന്തപുരത്തെ ചെന്നുകൊണ്ട് മുസ്ലിം ലീഗുമായി ഏറ്റവും അടുപ്പം സ്ഥാപിച്ചു. കാരണം മുസ്ലിം ലീഗ് പറയുന്നതാണ് കോൺഗ്രസ് കേൾക്കുന്നതെന്ന് സന്ദീപ് വാര്യർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്ന തന്ത്രമാണ് സന്ദീപ് വാര്യർ തുടക്കത്തിൽ തന്നെ പയറ്റിയത്. പക്ഷേ ഇടയ്ക്കെവിടെയോ അതും പാളി എന്നുള്ളതാണ്. സുരേന്ദ്രൻ തന്നെ വീണ്ടും ബി.ജെ.പി അധ്യക്ഷനായി തുടരും. ഗ്രൂപ്പ് കളി ഉണ്ടാകും. വീണ്ടും പാർട്ടിക്കകത്ത് തമ്മിൽ തല്ലുകളും പോരുകളുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പാർട്ടി ഇനിയും പഴയ അവസ്ഥയിൽ തന്നെ ഉണ്ടാകും എന്നായിരുന്നു സന്ദീപ് വാര്യർ കരുതിയത്. പക്ഷേ ആ കരുതലുകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന IT മേഖലയിൽ ഉൾപ്പെടെ വൈദഗ്ധ്യമുള്ള യുവതലമുറയെ കൂടുതൽ ആകർഷിക്കാൻ കഴിവുള്ള, കൃത്യമായ നിലപാടുകളുള്ള ഒരാൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോഴേക്ക് സന്ദീപ് വാര്യർ നിരന്തരം ഫേസ്ബുക്കുകളിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങി. ഇനി ജനൻ ടി വിയിൽ നിന്ന്, ഏഷ്യനെറ്റിൽ നിന്ന് പലരും ജനൻ ടി വിയിലേക്ക് പോകും, ജനൻ ടി വിയിൽ നിന്ന് പലരും ഏഷ്യനെറ്റിലേക്ക് പോകും, ബി.ജെ.പിയെ രാജീവ് ചന്ദ്രശേഖർ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇല്ലാത്ത അത്ര അസ്വസ്ഥതയാണ് സന്ദീപ് വാര്യർക്കുണ്ടായത്. ആ അസ്വസ്ഥതയ്ക്ക് കാരണമുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ അർഹിക്കുന്നവർക്ക് കൃത്യമായ സ്ഥാനം നൽകും. മോദി കൃത്യമായ നീക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന് നൽകിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എങ്കിൽ കൃത്യമായി അത് കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നിരവധി നേതാക്കന്മാർ തലപ്പത്ത് വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ത്രിമൂർത്തികൾ സർജിക്കൽ സ്ട്രൈക്ക്, കേരളത്തിലുണ്ടാക്കിയ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള വളർച്ച ഉതകുന്ന തരത്തിലേക്കുള്ള ഒരാളെ തന്നെയാണ് ബി.ജെ.പിക്ക് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോഴാണ് സന്ദീപ് വാര്യർക്ക് മനസ്സിലായത് ഇറങ്ങിപ്പോയത് അബദ്ധമായി പോയി എന്നുള്ളത്. എന്തായാലും ആ അബദ്ധം ഇനി എങ്ങനെ തിരുത്താൻ കഴിയും എന്നാണ്. ഇനി ചെന്ന്
BJPയിലേക്ക് തിരിച്ചു കയറിയാൽ ചാണകവെള്ളം കൊണ്ട് മുഖത്തൊഴിച്ച് BJPക്കാർ തന്നെ കണ്ടം വഴി ഓടിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയാനും കഴിയാതെ സന്ദീപ് വാര്യർ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. എന്തിനാണ് സന്ദീപ് വാര്യർ പോസ്റ്റ് ഇടുന്നതെന്ന് കോൺഗ്രസിലുള്ളവർ പോലും ചോദിച്ചു തുടങ്ങി. ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാൾ വരുന്നു, അദ്ദേഹം ആ പാർട്ടിയുടെ അധ്യക്ഷനായി വന്ന് ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ ആ പദവി ഏൽപ്പിച്ചത്. അതിന് സന്ദീപ് വാര്യർ ഇത്രത്തോളം അസ്വസ്ഥനാകുന്നത് എന്തിനാണെന്ന് കോൺഗ്രസ് വക്താക്കൾ വരെ അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള നേതാക്കൾ വരെ ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ്. സന്ദീപിന് ഇപ്പോഴാണ് തെറ്റ് മനസ്സിലായത്. BJPയിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി എന്നുള്ളത് സന്ദീപ് തന്നെ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. കോൺഗ്രസിലേക്ക് പോകണ്ടായിരുന്നു, BJPയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സന്ദീപ് വാര്യരുടെ ഇത്തരം നീക്കങ്ങൾ കോൺഗ്രസിനെ തന്നെ വലിയ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. കാരണം തുടക്കം മുതൽ സന്ദീപ് വാര്യർ BJPയെ നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. കോൺഗ്രസിൽ ഒരു കാലം BJPയിൽ വെച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് പോകുന്നത്. തങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനി ഒരിക്കലും കരകയറി വരാൻ കഴിയില്ല എന്നുള്ള സത്യം ഇപ്പോൾ സന്ദീപ് വാര്യർ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം, അതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മാത്രമല്ല BJPയുടെ വളർച്ച തന്നെ നോക്കിയാൽ, കഴിഞ്ഞ 5 വർഷത്തെ BJPയുടെ വളർച്ച എടുത്തു നോക്കിയാൽ 16,74,000 വോട്ടിംഗ് വർധനവാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനാണെങ്കിൽ 16,13,000 വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 5 വർഷത്തിനിടയ്ക്ക് CPMന് 1,05,000 വോട്ടിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സന്ദീപ് വാര്യർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് BJP വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ്. അടിമുടി മാറ്റങ്ങളിലേക്ക് BJP കടക്കാൻ പോവുകയാണ്. ഈ മാറ്റങ്ങൾ BJPയെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയാകുമ്പോൾ BJP കേരളത്തിൽ വരുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല ശോഭാ സുരേന്ദ്രനുമായിരുന്നു പാർട്ടിക്കുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്ന 2 പേർ എന്നാണ് പലപ്പോഴും ഉയർന്നു വന്ന ആരോപണങ്ങൾ. പക്ഷേ ഇവിടെ RCയും ശോഭാ സുരേന്ദ്രനും തമ്മിൽ നല്ല ബന്ധമാണ്. ശോഭയ്ക്ക് അർഹിക്കുന്ന പദവികൾ നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ശോഭയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം ഒരു പ്രതിപക്ഷമായി നിന്നാണ്. കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ശോഭാ സുരേന്ദ്രനാണ് എന്ന് പറയത്തക്ക തരത്തിലേക്കാണ് ജനങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഇവിടെ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമുള്ള പല ഘട്ടങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ശോഭാ സുരേന്ദ്രൻ ആർജവത്തോടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. പിണറായി വിജയന്റെ മകളുടെയും പല കേസുകളും പല ആരോപണങ്ങളും മുന്നോട്ട് വരുമ്പോൾ അതിലൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സന്ദീപ് വാര്യർക്ക് ഇരിക്കപ്പുറതിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ് താൻ കോൺഗ്രസിൽ പോയത് എന്നുള്ള ചോദ്യമാണ് സന്ദീപ് വാര്യർ തന്നോട് തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി BJPയിലേക്ക് ചെന്ന് കയറാനും കഴിയില്ല, കാരണം അത്രത്തോളം BJPയെ പറഞ്ഞിട്ടുണ്ട്. ഇനി ചെന്ന് കയറിയാൽ അണികൾ തന്നെ അടിച്ചോട്ടിക്കുമെന്ന് സന്ദീപ് വാര്യറിന് അറിയാം. എന്തായാലും സന്ദീപ് വാര്യരുടെ അസ്വസ്ഥത മാറില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊന്നും BJP മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം.